രാത്രി പോലെ വന്നിട്ട് ഞങ്ങളെ പറ്റിച്ചു. അമ്മമ്മ എന്താ വീട്ടിലുണ്ട് സർപ്രൈസ്. ഏയ് ബ്ലാക്ക് നമ്മള് മാച്ചിങ്ങാ. നീ എന്നെ നോക്കിയിട്ട് വന്നതല്ലടാ ബ്ലാക്ക്. ബ്ലാക്ക് ഷർട്ട് നല്ലത്. ഓ അപ്പൊ ഹലോ ഗായ്സ്, എല്ലാവർക്കും കൈപ്പാറ വീട്ടിൽ നിന്നും സ്വാഗതം. അങ്ങനെ അതിസാഹസികമായി ഞാൻ നാട്ടിലെത്തിയിരിക്കുകയാണ്. നീണ്ട യാത്രയ്ക്ക് ശേഷം നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഉദ്യമനം ഫസ്റ്റ് ഡേ ഓഫ് നാട്ടിലെത്തിയിട്ട് നമുക്ക് വന്ന ഉടനെ ഒരു NRI ആയതിൻ്റെ വിഷമങ്ങൾ തീർക്കാൻ വന്ന ഉടനെ നമുക്ക് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബാങ്കിൽ പോവുക, കുറേ കാര്യങ്ങൾ ചെയ്യുക, പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണം. കാരണം എല്ലാം ഏറ്റുപിടിച്ച് വരാൻ പറ്റില്ലല്ലോ. അപ്പം അതിനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ 1 ഇൻ കുമരനെല്ലൂർ. എല്ലാവർക്കും ഡേ 1 ഇൻ കുമരനെല്ലൂരിലോട്ട് സ്വാഗതം. അപ്പം എൻ്റെ കഫക്കെട്ടും തൊണ്ടവേനൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു തുളസി നീര് അമ്മൂമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ബാക്കിയുണ്ട്. അത് കുടിച്ചിട്ട് ഇറങ്ങാം. നാട്ടിലെത്തിയുള്ള ഓരോരോ ഗുണങ്ങൾ. അപ്പം ശരി, നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ കാണാം. ഇതാണ് അമ്മൂമ്മ, ഇതാണ് എൻ്റെ അമ്മൂമ്മ. ഒരേപോലെ ഇല്ലേ ഞങ്ങളെ കാണാൻ? അപ്പം അമ്മമ്മ എനിക്ക് എന്താ തുളസി നീരൊക്കെ ഉണ്ടാക്കി തന്നു. യാത്രയാക്കുകയാണ് ഞങ്ങളെ. അമ്മ എഴുതി പോയി എടുത്ത് പിടിക്കണമെന്ന്. അപ്പോൾ പാട്ടൊന്ന് സൗണ്ട് കുറയ്ക്കണം. അപ്പോൾ പീപ്പിൾ ഹു ഡോണ്ട് നോ, എൻ്റെ വീട് വരുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത്, കുമരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് വരുന്നത്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ കുമരനെല്ലൂർ പറയുന്നത് ചെറിയൊരു വില്ലേജ് പോലത്തെ ഒരു സ്ഥലമാണ്. വടക്കാഞ്ചേരിയാണ് മെയിനായിട്ട് അറിയാം. ഇനിയിപ്പോൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഉത്രാളിക്കാവ് എന്നൊക്കെ കേട്ട് പരിചയമുള്ള, ഉത്രാളിക്കാവ് പൂരം ഇതൊക്കെ കേട്ട് പരിചയമുള്ളവരാണെങ്കിൽ അതിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ട് വരും എന്ന് പറയാം. അപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒരു മഴയത്തിടുന്ന ചെരുപ്പ് വാങ്ങണം ആദ്യം തന്നെ. കാരണം ഞാൻ ചെരുപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഷൂ മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് അധികം ലഗേജ് ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് എല്ലാം കൂടി എടുത്ത് വരണം എന്നുണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ അവിടെ നിന്ന് ഏറ്റി ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടെ നിന്ന് ഏറ്റി അങ്ങോട്ട് കൊണ്ടുപോവാം, പ്രാന്താവും. അതുകൊണ്ട് ഞാൻ ഓർത്തു ഇവിടെ ഒരെണ്ണം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ പൊതുവേ നാട്ടിൽ വരുമ്പോഴാണ് കുറച്ച് പർച്ചേസൊക്കെ നടത്തി അതൊക്കെ കൂടി അവിടേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് ഒരു കൊല്ലം യൂസ് ചെയ്ത് പിന്നെ അടുത്ത് തിരിച്ച് വീണ്ടും നാട്ടിൽ വരുമ്പോൾ വാങ്ങും. അങ്ങനെ അപ്പോൾ ഇക്കൊല്ലത്തെ പർച്ചേസ് സ്റ്റാർട്ടിങ് ആണിത്. ഇന്ന് റോട്ടിൽ ഇറങ്ങിയുള്ള എൻ്റെ പ്രശ്നമാണ്, എനിക്ക് പേടിയാവാൻ തുടങ്ങും. കാരണം ഇവൻ ചിരിക്കണം. ഞാൻ ഇന്നലെ വരുമ്പോ അയ്യോ പതക്കോടിക്ക് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. സീരിയസ് ആയിട്ടും ഇത് ആർക്കും പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വാസം ആവില്ലായിരിക്കും. പക്ഷെ എനിക്ക് അറിയില്ല എത്ര പേർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് വണ്ടിയിലിരിക്കാൻ പേടിയാ നാട്ടിൽ വന്ന ഇപ്പൊ. കാരണം ഇതെന്തിനാ ഞാൻ ഇത് കാണിച്ചു പറയണേ, അവിടെ ന്യൂസിലാൻഡിൽ വെച്ചാൽ എല്ലാം ഒരു ഓർഡറിലാണ്. എല്ലാം ഇങ്ങനെ കറക്റ്റ് ലൈനിൽ പോകുന്നു, കറക്റ്റ് എല്ലാവരും ഒരാളുടെ ബാക്കിൽ പോകുന്നു. അങ്ങനെ ഓവർടേക്കിങ്ങോ ഹോണിങ്ങോ ഒന്നുമില്ല. ഹോണടി തന്നെ കേട്ടിട്ടില്ല. എനിക്ക് ഇതിന്റെ വണ്ടിയുടെ ഹോണടി ഇതുവരെയായിട്ടും അറിയില്ല. ഞാൻ അത് കേട്ടിട്ട് തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ അവിടുന്ന് വരുന്നു, അപ്പുറത്തൂടെ ഒരു വണ്ടി പോകുമ്പോ ഇപ്പുറത്തൂടെ ഒരു വണ്ടി വരുന്നു. എനിക്ക് ആകെ തലകറക്ക. അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് ശരിയാവുമായിരിക്കും. അപ്പൊ എന്തായാലും റോട്ടിലിറങ്ങുമ്പോ ഞാനിങ്ങനെ ഇവിടെ എന്തോ പിടിച്ച് വെച്ചിരിക്കുന്ന വണ്ടിയിലിരിക്കണ പോലെയാ തോന്നുന്നു. ഇവൻ മറ്റും ബ്രേക്കൊക്കെ ഇടുമ്പോ എനിക്ക് പേടിയാവാം. അല്ല ഇവിടെ വടക്കാഞ്ചേരിയൊക്കെ മാറി, വടക്കാഞ്ചേരി അല്ല കുമരനെല്ലൂർ. നിങ്ങൾ കുമരനെല്ലൂരിലൊക്കെ കല്യാൺ എക്സ്പ്രസ് മാർട്ടൊക്കെ വന്നിക്കണം. ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ വരുമ്പോ ഇതൊക്കെ ഏതാ വഴി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇതൊക്കെ പുതിയ സാധനങ്ങള്, പുതിയ കടകള്, പുതിയ റോഡുകള്, വീടുകള് എല്ലാം പുതിയത്.
1.5 കൊല്ലം കൊണ്ട് വന്ന മാറ്റം ഭയങ്കരം തന്നെ കേട്ടോ. എല്ലായിടത്തും ഭയങ്കര മാറ്റങ്ങളാണ്. ഞാൻ ഷാമ്പു ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അപ്പോൾ ഷാമ്പു വാങ്ങണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ചെരുപ്പ് വാങ്ങാൻ പോയിട്ട് ആണോ ചെരുപ്പ് വാങ്ങാൻ പോയിട്ട് ചെരുപ്പ് കിട്ടിയില്ല. എന്തായാലും കുഴപ്പമില്ല. നമുക്കിനി വേണ്ട, കുഴപ്പമില്ല. നമുക്ക് ബാങ്കിൽ പോകാം ആദ്യം. അപ്പം എനിക്ക് ബാങ്കിൽ പോകണം, ATM ഒന്ന് സെറ്റ് ചെയ്യണം. കാരണം എൻ്റെ NRO അക്കൗണ്ടൊക്കെ ആക്കിയപ്പോൾ കുറച്ച് എവിടെ നിർത്താം. ബാങ്ക് എവിടെ? അതെ, അവിടെ ബാങ്ക് എവിടെ നിർത്താം? ഇവിടെ നിർത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ബാങ്ക് പോയിട്ടൊന്ന് നോക്കണം കാര്യങ്ങൾ. അതൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം. അതാണ് നമ്മുടെ ഓട്ടുപാറ ടൗൺ. ഓട്ടുപാറയിൽ നിന്ന് നമ്മളിനി വടക്കാഞ്ചേരി ടൗണിലോട്ട് പോകാൻ. അല്ലേ സിറ്റിയാണോ? സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിത് എനിക്കിങ്ങനെ പബ്ലിക്കലി ഇവിടെ വന്നിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ എന്തോ മതി പോലെ. ആൾക്കാർക്കൊക്കെ മനസ്സിലാവില്ല ഞാൻ ഈ പറയണേന്നൊക്കെ. വിജയകരമായി ഞങ്ങൾ പോയി വന്നു. പോയ ഒരു കാര്യം നടന്നില്ല. ബാങ്കിലെ കാര്യം നടന്നില്ല, ഫോണിന്റെ കാര്യം നടന്നില്ല, ഒന്നും നടന്നില്ല. ആ ബാങ്കിലുണ്ടല്ലോ, ഞങ്ങൾ ചെന്നപ്പോ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ഫോം തരാൻ വേണ്ടിയിട്ട് ആദ്യം പോയി ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഫോം വേണമെന്ന്. പിന്നെ ചോദിച്ചു അപ്പൊ ഫോം കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്നു. കുറെ നേരം ഇരുന്നിട്ട് ഞാൻ ഫോം മറന്നു, ഞാൻ സോറി എന്ന് പറഞ്ഞിട്ട് ഫോം തപ്പിക്കൊണ്ടിരുന്നു. പിന്നെയും പോയി ഞാൻ ചോദിച്ചപ്പോ ഇവിടെ ഫോം കാണുന്നില്ല, നിങ്ങളൊരു ആപ്ലിക്കേഷൻ എഴുതി. SBI മറ്റേ നമ്മളുടെ ആ വഴി കൂടെ പോണ ആ ലോക്കർ ക്ലോസ് ചെയ്യാൻ. അതന്നെ, ഏതൊരു സ്ത്രീ, എനിക്കറിയില്ല അത് പ്യൂണാണോ ഏത് പരിചയക്കാരാണെങ്കിലും 5 മിനിറ്റും കൂടി ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ അവരുടെ ജോലി ഞാൻ നിർപ്പിച്ചേനെ. ബ്രേക്കിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വന്നു. ഇതെന്റെ പാത്രം, ഇതാണ് എന്റെ പ്ലേറ്റ്. വർഷങ്ങളായിട്ടുള്ള എന്റെ പ്ലേറ്റ്. എത്ര വർഷമായി അമ്മ ഈ പ്ലേറ്റ്? അതെന്തായിരുന്നു അമ്മ എന്താ വിളിച്ചേക്കാൻ പോയതാണോ? ഇത് എത്ര വർഷമായി? കുറെ വർഷമായിട്ടുള്ള പ്ലേറ്റ്. പിന്നെ പയറുപ്പേരുണ്ട്, ഇത് എന്റെ ഫേവറേറ്റ് ആണ്. സാമ്പാർ, നല്ല മീൻ വറുത്തതുണ്ട്. അതെന്താ? മീൻകറി, പപ്പടം, അച്ചാറവിടെ, പിന്നെ അച്ഛൻ, പിന്നെ ജിത്ത്. നമ്മുടെ സ്പെഷ്യൽ അച്ചാർ ഇവിടുത്തെ മാങ്ങ കൊണ്ടുണ്ടാക്കി. ഇവിടുത്തെ മാങ്ങയിലല്ലോ, എവിടുത്തെ മാങ്ങിയത് ആണോ? ഇവിടുത്തെ മാങ്ങ കൊണ്ടുണ്ടാക്കി. അരിനെല്ലിക്ക ഉണ്ട്. പയറുപ്പേരൊക്കെ വെച്ചിട്ട് എത്ര കാലായി? പഴം കിട്ടുമോ അറിയില്ല. സാധാ കടയിലൊന്നും കിട്ടില്ല. ഇന്ത്യൻ കടയിലൊക്കെ വരുന്നുണ്ടോന്ന് അറിയില്ല. വരും, പക്ഷെ നല്ല വില ഉണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കേട്ടോ. പയർ ഇന്ത്യയിലാണോ കോമൺ ആയിട്ടുള്ളത്? പയറ് നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തിലൊന്നും കിട്ടിയാൽ പയറ്. ഈ 2 കളേഴ്സ് ഉള്ളൂ. ഈ മഴക്കാലത്ത് എനിക്ക് വീട്ടിലിടാൻ ഡ്രസ്സില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ ട്രെൻഡ്സ് ഉണ്ട്, അവിടെ വന്നിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്തു വെക്കാം. കുറച്ചല്ല, 2-3 എടുത്തിട്ട് പിന്നെ എപ്പോഴേലും വേറെ എടുക്കാമെന്ന്. നീ ഏത് ഇതിലോട്ടാ വിളിച്ച? ചേച്ചി വിളിച്ച എന്നെ കൂടെ വിളിച്ചില്ലേ? ഇപ്പൊ വിളിച്ചപ്പോ കോള് പോയി. അറിയില്ല. അപ്പം ഞങ്ങളിത് ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുകയാണ്, വീട്ടിലിടാനുള്ളത്. ഇവിടെ ട്രെൻഡ്സിൽ അത്യാവശ്യം ഇത് നല്ല നല്ല ഡ്രസ്സുകളുണ്ട്. മാക്സിയൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട് ഇത്. പിന്നെ ഞാനിത് വൈറ്റ് കളർ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് മഴക്കാലത്തിടാൻ വേണ്ടിയിട്ട്.
ഒരാള് മാത്രം കണ്ടുപിടിച്ചു. ഹലോ പാപ്പ. ഇപ്പൊ മാത്രമേ കണ്ടുപിടിച്ചു, ബാക്കി എല്ലാരും സർപ്രൈസ് ആയി. മുത്തശ്ശേരിക്കണക്ക് എന്താ ചെയ്യാ? സിം അതുപോലെ തന്നെ വെക്കി. 2 സിം ഇടുക. അമ്മയുടെ ഇഷ്ടം. അമ്മയ്ക്ക് 2 സിം ആവശ്യമുണ്ടോ? ഇനി അതുപോലെ തന്നെ ഉള്ളിക്ക് വെക്കുക. എന്തിനാ? ഇതാണല്ലേ നമ്പർ? ഏത്? ആ ഇതാണ്. അപ്പൊ പിന്നെ വേണ്ട. യെസ് ഡാഡി. ചോടിപ്പോയി. ഇട്ടു. എങ്ങനെ? ആ കറക്റ്റ് ഇട്ടില്ലേ? ഇനി ഓണാക്ക്. ആ ഇനി നോക്ക് സിം വർക്കാവുണ്ടോന്ന്. ചേട്ടാ സിമ്മിന്റെ അവിടെ വര വരില്ലേ? ആ വര ഉണ്ടോ നോക്ക്. അത് ഓണാക്കുമ്പോ. ആ കണ്ടോ ഇപ്പൊ സിം 2 പറഞ്ഞിട്ട് വന്നില്ലേ? ആ ഡണ്ണ് എടുക്കാം. 1 മിനിറ്റ്. അത് ബാക്ക് അടിക്കല്ലേ? അതെന്തിനാ ബാക്ക് അടിച്ചേ? അത് വായിച്ചു നോക്കണ്ടേ? അതെന്തന്നെ ഈ ട്രൗസർ ഇട്ട് ഇങ്ങനെ നടക്കണേ? പുതിയ മോഡൽ, പുതിയ ചെത്ത് പയ്യനാണ് ട്രൗസറൊക്കെ ഇട്ടിട്ട് എന്നാ. നൗ ഹാപ്പി. ഇവരെത്ര കാലം എന്നെ കളിപ്പിക്കണമെന്നറിയോ? ചേട്ടാ എന്റെ മൊബൈലിലാണോ വരുന്നത്? അങ്ങോട്ട് കണ്ടു. വണ്ടി കുളിപ്പിച്ചില്ലാണ്ടാക്കാന്ന് കേട്ടിട്ടുള്ളൂ. ഇതിപ്പോ കണ്ടു. അതന്നെ അവസ്ഥ. ഞാനൊരു സാധനം വെച്ചിട്ട് വെക്കാന്നില്ല. ചിരിച്ച് എല്ലാരും ചിരിച്ച് കാണിക്കണം.